ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. രാവിലെ തന്നെ എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ചേരുവകളൊക്കെ ഞാൻ പിന്നീട് ചേർക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ ഉള്ളിയൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിയ പീസാക്കണ്ട, ഒരു നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്, ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് വലിയുള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ചുവന്ന് വരട്ടെ. നല്ലോണം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും മൊത്തത്തിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് വഴന്ന് വന്നോട്ടെ. ഉള്ളി ഉരുളക്കിഴങ്ങും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് ഉടയണം കേട്ടോ. എന്നാലാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചമണം ഒന്ന് നല്ലോണം ഒന്ന് പോയിക്കോട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ ഒരു മസാലകളൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം വഴറ്റിയെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം അല്ലേ അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്, തിളച്ച വെള്ളം കേട്ടോ. അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളില്ലേ പച്ചവെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു പച്ച ചൊവ വരും കേട്ടോ കറിക്ക്. അപ്പോൾ കഴിയുന്നു നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൂടി വെച്ച് വേവിച്ചാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഞാൻ പിസിലടുപ്പിച്ചിട്ടല്ല കേട്ടോ വേവിക്കുന്നത്, ഞാൻ ഇതുപോലെ മുടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പിസിലടുപ്പിച്ചിട്ട് കുക്കറിൽ ചിക്കൻ വേവിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഇത് തിളപ്പിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ശേഷം മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ചിക്കൻ കറി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.